കമ്മീഷൻ കണ്ണു തുറന്നോ എന്നതായിരുന്നു ചോദ്യം. കമ്മീഷൻ കണ്ണു തുറക്കുകയല്ല, കണ്ണിൽ പൊടിയിടുകയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നൊരു സുപ്രധാനമായ ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് അവിടെ തൃണമൂൽ കോൺഗ്രസിനെതിരെ BJP നടത്തുന്ന ആ പരസ്യങ്ങൾ പിൻവലിക്കണമെന്നൊരാവശ്യമാണ്, ഉത്തരവാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ആ പരസ്യങ്ങൾ പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസിനെ സ്ത്രീവിരുദ്ധം, ഹിന്ദു വിരുദ്ധം എന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് നൽകിയത്. ആ പരസ്യങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില സുപ്രധാനമായ കാര്യങ്ങൾ കൂടി കോടതി പറയുന്നുണ്ട്. സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവാണ്. ഇലക്ഷൻ കമ്മീഷൻ മാതൃകാ പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ചുള്ള പരാതികളിൽ ഒരു നടപടിയും എടുക്കുന്നില്ല. അതിൽ ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെട്ടു എന്നാണ് സബ്യസാചി ഭട്ടാചാര്യ ജഡ്ജി, സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഹിന്ദുവിരുദ്ധം, സ്ത്രീവിരുദ്ധം എന്ന പരസ്യം യഥേഷ്ടം നൽകി വരികയായിരുന്നു. അതിന്മേലാണ് ഉത്തരവുണ്ടായത്. അതിനെതിരെ BJP ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. പക്ഷേ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലേക്ക് പോയപ്പോൾ ബെഞ്ച് ആ അപ്പീൽ പരിഗണിക്കാൻ തയ്യാറായില്ല. ചില ലക്ഷ്മണ രേഖകൾ ഇക്കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട്. BJP ഇത്തരം പ്രചാരണ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുന്നതിൽ ഒരു ഇന്റേണൽ മെക്കാനിസം വേണം എന്ന കാര്യമാണ് ഹൈക്കോടതി ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും സമാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇങ്ങനെയൊരു നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നതിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും ഇരുകൂട്ടരെയും രണ്ട് ഭാഗത്തു നിന്നും വന്നിരുന്ന പ്രചാരണങ്ങളിൽ ഒരേ രീതിയിൽ തുല്യ രീതിയിൽ പരിഗണിച്ചുകൊണ്ടാണ്, തുലനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. വർഗീയമായ പരാമർശങ്ങൾ ഇവിടെ നടത്തിയത് ആരാണ്? അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പരാമർശങ്ങളാണ്. രാഷ്ട്രീയ പരാമർശങ്ങളെയും വർഗീയ പരാമർശങ്ങളെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ടുള്ള മറുപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ BJPക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, സ്റ്റാർ ക്യാമ്പയിനർമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയോട് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നതാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊരു പേര്, മോദിയാണ് ഈ പ്രസംഗങ്ങൾ മുഴുവൻ നടത്തിയത്. മോദിയുടെ പ്രസംഗത്തിന്മേലാണ് കോൺഗ്രസ് പരാതി നൽകിയത്. അത് ഏപ്രിൽ 20-നായിരുന്നു. 5 ദിവസം അതിന്മേൽ അടയിരുന്നു. എന്നിട്ട് ഏപ്രിൽ 25-നാണ് വിമർശനങ്ങളൊക്കെ വന്ന ശേഷമാണ് അതിന്മേലൊരു നോട്ടീസ് അയക്കുന്നത്. ആ നോട്ടീസ് അയക്കുമ്പോൾ BJPക്കും അതുപോലെ കോൺഗ്രസിനും രണ്ട് പാർട്ടികളുടെയും പാർട്ടി അധ്യക്ഷന്മാർക്കാണ് നൽകുന്നത്. ആരാണോ ഇത്തരത്തിൽ പ്രസംഗിക്കുന്നത് അവർക്കാണ് സാധാരണഗതിയിൽ നോട്ടീസ് നൽകാറുള്ളത്. പക്ഷേ അത് പാലിച്ചിട്ടില്ല. മുൻപ് സോണിയാഗാന്ധി മരണത്തിൻ്റെ വ്യാപാരി എന്ന് പറഞ്ഞുള്ള പ്രസംഗം, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രസംഗമാണല്ലോ. ആ പ്രസംഗം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലായിരുന്നു. ആ പ്രസംഗത്തിൽ സോണിയാഗാന്ധിക്കാണ് നോട്ടീസ് ലഭിച്ചത്. എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. അപ്പോൾ BJPക്ക് അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ഒരു വശത്ത് പറയുക, അപ്പുറത്ത് പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം പ്രതിപക്ഷത്തിനില്ല എന്ന് പറയുക. അപ്പോൾ രണ്ടിനെയും ഒരേ രീതിയിൽ കണ്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം എന്താണ് മോദി പ്രസംഗിച്ചിട്ടുള്ളത്. മോദി പ്രസംഗിച്ചത് മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് കളവ് പറയുന്ന രീതിയിലുള്ള പ്രസംഗമായിരുന്നു. പിന്നീട് പറഞ്ഞിരുന്നത് എല്ലാ മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എണ്ണത്തിൽ കൂടുതലാണ് അവർ, കുട്ടികളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതിൽ മുസ്ലിം എന്ന പരാമർശമില്ല എന്ന് പറയുന്നു. പിന്നീട് മുസ്ലിം എന്ന പരാമർശം പറയുന്നു. ഇതൊക്കെ ഈ പരാതി നൽകിയ ശേഷവും അതിന്മേലൊരു വിശദീകരണം ചോദിക്കാതെ കൂടുതൽ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ചോദ്യം ചോദിക്കുന്നത്? 6-ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ. ഇത്രയും കാലം, ഇത്രയും ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്ന മുഴുവൻ പ്രസംഗങ്ങളും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ മാത്രം ലാക്കാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടും കളവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളാണ്. രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? ഭരണഘടന ഇല്ലാതാക്കാനാണുള്ള തീരുമാനമാണ് എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഇവിടുത്തെ BJP നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. BJP പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഭാഷയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരൊറ്റ ഭാഷയാക്കും എന്ന് പറയുന്നത്. ആ രൂപത്തിൽ തന്നെയാണ് നേരത്തെ BJP നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അമിത്ഷാ പല ഘട്ടത്തിലും ഹിന്ദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് ഒറ്റ ഭാഷ എന്ന രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ തമിഴ്നാട്ടിലൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവർക്ക് 400-ലേക്ക് എത്തുകയാണെങ്കിൽ ഇവർ ഇവിടെ എല്ലാം മാറ്റിമറിക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് അപ്പോൾ ഒന്നും പറയാൻ പാടില്ലേ എന്നൊരു സംശയം കൂടി വരും. രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനെ, വർഗീയമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനെയും ഒരേ രീതിയിൽ എങ്ങനെയാണ് കമ്മീഷൻ കാണുക? കമ്മീഷൻ ഈ രാജ്യം കണ്ട ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് ഏറ്റവും പ്രവർത്തിക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ ഭയക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്മീഷനായി പ്രവർത്തിക്കുന്ന ആദ്യ സാഹചര്യമാണിത്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ കണ്ണ് തുറക്കുകയല്ല, കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.